നമ്മൾ കോൾസ് ഇൻ എറിയേഴ്സ് എന്താണെന്നും കോൾസ് ഇൻ അഡ്വാൻസ് എന്താണെന്നും പഠിച്ചു. കോൾസ് ഇൻ എറിയേഴ്സും അതായത് കോൾസ് കുടിശ്ശിക വരിക, സമയമായാലും പേ ചെയ്യാതെ വരിക, അല്ലെങ്കിൽ ആദ്യമേ ഡ്യൂ ആവുന്ന മുന്നേ പേ ചെയ്യുക, കോൾസ് ഇൻ അഡ്വാൻസ്. ഈ രണ്ട് സിറ്റുവേഷനും വന്നാൽ എങ്ങനെ ജേർണൽ എൻട്രീസ് വരും എന്നറിയാൻ വേണ്ടി നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. കേരള ലിമിറ്റഡ് വാസ് registered with a nominal capital of rupees 8 lakh divided into 8,000 shares of 100 each. 8 lakh capitalne 8,000 shares of rupees 100 each ആയി ഡിവൈഡ് ചെയ്തു. ഔട്ട് ഓഫ് ദിസ് 5,000 shares were issued to the public. എത്ര ഇഷ്യൂ ചെയ്ത് നോക്കിയാൽ മതി, ബാക്കിയൊന്നും നോക്കണ്ട. 5,000 shares were issued to the public, payable as rupees 25 on application 25, rupees 30 on allotment, rupees 20 on first call, and the balance after 3 months. കണ്ടോ, ബാക്കി ബാലൻസ് 3 മാസം കഴിഞ്ഞിട്ടാണ് അടക്കുന്നതെന്ന് പറഞ്ഞു. Applications were received for 4,000 shares. Out of this 5,000 shares were issued to the public. എത്ര ഇഷ്യൂ ചെയ്ത് നോക്കിയാൽ മതി, ബാക്കിയൊന്നും നോക്കണ്ട. 5,000 shares were issued to the public, payable as to rupees 25 on application, rupees 30 on allotment, rupees 20 on first call, and the balance amount after 3 months. ബാലൻസ് എമൗണ്ട് ഫൈനൽ കോൾ എത്രയെന്ന് പറഞ്ഞിട്ടില്ല. 3 months കഴിഞ്ഞിട്ട് ഫൈനൽ കോൾ വിളിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഫൈനൽ കോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 25 ആപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ് 30, ഫസ്റ്റ് കോൾ 20 തന്നിട്ടുണ്ട്. ടോട്ടൽ 100 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 ബാക്കി ഇത് ടോട്ടൽ ചെയ്ത് 75, ബാക്കി എത്ര 25 ആയിരിക്കും ഫൈനൽ കോൾ നമുക്ക് മനസ്സിലാക്കാം, പറഞ്ഞിട്ടില്ലെങ്കിലും. ഇനി ബാക്കി നോക്കാം. ആപ്ലിക്കേഷൻസ് were received for 4,000 shares and the directors made the allotment in full. അപ്പോൾ ആപ്ലിക്കേഷൻ എത്ര റിസീവ് ചെയ്തത്? 4,000 ഷെയർസിന് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുള്ളൂ. എത്ര ഇഷ്യൂ ചെയ്തു? 5,000 ഷെയർസിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അണ്ടർ സബ്സ്ക്രിപ്ഷനായി. ഇഷ്യൂ ചെയ്തതിനേക്കാളും കുറച്ച് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 5,000 കൺസിഡർ ചെയ്യേണ്ട. ആപ്ലിക്കേഷൻസ് കിട്ടിയത് 4,000 ഷെയർസിനല്ല, അത് കൺസിഡർ ചെയ്താൽ മതി, വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. ആൻഡ് ദ ഡയറക്ടേഴ്സ് മെയ്ഡ് ദ അലോട്ട്മെൻറ്റ് ഇൻ ഫുൾ അലോട്ട്മെൻറ്റ് അത്രയും തന്നെ അലോട്ട്മെൻറ്റ് ചെയ്തു. ഓൾ മണി അപ് ടു അലോട്ട്മെൻറ്റ് were duly received. അലോട്ട്മെൻറ്റ് വരെയുള്ള എല്ലാ പൈസയും കറക്റ്റ് റിസീവ് ചെയ്തു. അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് കോൾ എ ഷെയർ ഹോൾഡർ ഓൺ 100 shares ഡിഡ് നോട്ട് പേ ദ ഫസ്റ്റ് കോൾ ബട്ട് ഹി പെയ്ഡ് ഇറ്റ് വിത്ത് ഫൈനൽ കോൾ. ഇതാണ് നോക്കേണ്ടത്. അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് കോൾ വിളിച്ചപ്പോൾ, ഫസ്റ്റ് കോൾ ഡ്യൂ ആയപ്പോൾ ഒരു ഷെയർ ഹോൾഡർ 100 ഷെയർസിനുള്ള ഫസ്റ്റ് കോൾ ഷെയർ ഡിഡ് നോട്ട് പേ ദ ഫസ്റ്റ് കോൾ. ഫസ്റ്റ് കോളിന് സമയത്ത് 100 ഷെയർസിനുള്ളത് പേ ചെയ്തിട്ടില്ല. അത് പിന്നെ ഫൈനൽ കോളിന് ഡ്യൂ ആയ സമയത്താണ് പേ ചെയ്തത്. അപ്പോൾ കോൾസ് ഇൻ എറിയേഴ്സ് വന്നു. ഫസ്റ്റ് കോൾ വിളിച്ച സമയത്ത് 100 ഷെയർ, ഫസ്റ്റ് കോൾ വിളിക്കുമ്പോൾ 4,000 ഇൻറ്റു ഫസ്റ്റ് കോൾ എത്ര 20, ഇത്രയും പൈസ നിന്ന് 100 ഷെയർസ് കോൾസ് ഇൻ എറിയേഴ്സ് വന്നു. നോക്കണേ. ആൻഡ് അനദർ ഷെയർ ഹോൾഡർ ഹു വാസ് അലോട്ടഡ് 150 shares paid them in full. മറ്റൊരു ഷെയർ ഹോൾഡർ 150 ഷെയർസ് അലോട്ട് ചെയ്ത മറ്റൊരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്തു? ഫുൾ അങ്ങോട്ട് പേ ചെയ്തു. ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് തന്നെ ഫൈനൽ കോൾ അടക്കം ഒന്നിച്ചങ്ങോട്ട് പേ ചെയ്തു. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് വന്ന് ഫൈനൽ കോളിൻ്റെ 25 rupees കൂടി 150 ഇൻറ്റു 25 കോൾസ് ഇൻ അഡ്വാൻസ് വന്നു. ആദ്യത്തെ കോൾസ് ഇൻ എറിയേഴ്സ് എത്ര വന്നേ? 100 ഷെയർസ് ആകുമ്പോൾ 100 ഇൻറ്റു 20 കോൾസ് ഇൻ എറിയർ അടച്ചിട്ടില്ല. ഇത് കോൾസ് ഇൻ അഡ്വാൻസ് ആണ്, നേരത്തെ അടച്ചു. ഷോ ദ നെസസറി ജേർണൽ എൻട്രീസ് ടു റെക്കോർഡ് ദ അബൌട്ട് ട്രാൻസാക്ഷൻ ആൻഡ് ഷോ ദ എൻട്രീസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് വർക്കിംഗ് നോട്ട്സ് ആദ്യം എഴുതാം. ആപ്ലിക്കേഷൻ മണി എത്ര, അലോട്ട്മെൻറ്റ് മണി എത്ര, ഫസ്റ്റ് കോൾ എത്ര എന്ന് എഴുതി, ഫൈനൽ കോൾ 100 മൈനസ് ചെയ്തിട്ട് കണ്ടുപിടിച്ച് എഴുതി. ഇനി ആപ്ലിക്കേഷൻ റിസീവ് എത്രയാണ്? 4,000 ഷെയർസിന് ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുള്ളൂ. 5,000 ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ 4,000 ഇൻറ്റു ആപ്ലിക്കേഷൻ മണി 25, 4,000 ഇൻറ്റു 25 1 lakh. Allotment received
ഇതേപോലെ ഫുൾ അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് 4,000 തന്നെ ഇൻറ്റു 30 1,20,000. അലോട്ട്മെൻറ്റും ആപ്ലിക്കേഷനും ഫുള്ളി റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊക്കെ ഇതുവരെ ചെയ്ത പോലെ സാധാരണ പോലെ. ഇനി ഫസ്റ്റ് കോളിൻ്റെ സമയത്താണ് പറഞ്ഞത് 100 ഷെയർസിൻ്റെ പൈസ കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ഫസ്റ്റ് കോളിന് 4,000 ഷെയർസിൽ നിന്നും -100 ഷെയർസ് ചെയ്യണം. 3,900 ഷെയർസിനുള്ള പൈസയെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 3,900 ഇൻറ്റു ഫസ്റ്റ് കോൾ മണി എത്ര 20 ഇൻറ്റു 20 78,000 ഇത്രേ പൈസ റിസീവ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഫസ്റ്റ് കോളിൻ്റെ കൂടെ ഒരു ഷെയർ ഹോൾഡർ 150 ഷെയറിൻ്റെ ഫസ്റ്റ് കോളിൻ്റെ പൈസയും അടിച്ചു, ഫൈനൽ കോളിൻ്റെ പൈസയും അടിച്ചു എന്ന് പറഞ്ഞു. ഫസ്റ്റ് കോളിൻ്റെ പൈസ അടിച്ചത് ഈ കണക്കിൽ തന്നെ വരും. കൂടാതെ ഫൈനൽ കോളിൻ്റെ 25 കൂടി അടിച്ചു. അപ്പോൾ 150 ഇൻറ്റു 25 കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് 3,750 ഇത്രയും കൂടി ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് എമൗണ്ടും കൂടി കിട്ടിയിട്ടുണ്ട്. ജേണൽ എൻട്രിയിൽ എഴുതുമ്പോൾ രണ്ടും കൂടെ എഴുതണം. പിന്നെ ഫൈനൽ കോളിൻ്റെ സമയത്ത് 4,000 ഷെയർസ് -150 ചെയ്യണം. കാരണം എന്താ 150ൻ്റെ ആദ്യമേ കിട്ടിയിട്ടുണ്ട്, ഈ സമയത്തല്ല കിട്ടുന്നത്. അഡ്വാൻസ് ആയിട്ട് ഫസ്റ്റ് കോളിൻ്റെ സമയത്തേ കിട്ടി. അപ്പോൾ 4,000 -150 3,850 ഷെയർസിനുള്ളതാണ് ഫൈനൽ കോളിൻ്റെ സമയത്ത് റിസീവ് ചെയ്യുന്നത്. 3,850 ഇൻറ്റു ഫൈനൽ കോൾ 25, അപ്പോൾ 20 ഇൻറ്റു 25 96,250. ഇനി ഫൈനൽ കോളിൻ്റെ സമയത്ത് ഫസ്റ്റ് കോൾ ഡ്യൂ ആയ കോൾസ് ഇൻ എറിയേഴ്സ് പൈസ അടക്കാത്ത ഫസ്റ്റ് കോളിൻ്റെ ഇത് ഫൈനൽ കോളിൻ്റെ കൂടെയാണ് അയാൾ അടിച്ചത്. 100 ഷെയർസിൻ്റെ ആൾ കോൾസ് ഇൻ എറിയേഴ്സ്. അപ്പോൾ 100 ഇൻറ്റു ഫസ്റ്റ് കോളിൻ്റെ 20 ആണ് എടുക്കേണ്ടത്. ഇൻറ്റു 20 2,000 റുപ്പീസ്. ഈ ഫൈനൽ കോളിൻ്റെ സമയത്താണ് ഇയാൾ ഫസ്റ്റ് കോളിൻ്റെ പൈസ അടിച്ചത്. ഇൻറ്റു 2,000. ഇപ്പോൾ ജേണൽ എൻട്രീസ് നോക്കാം. ജേണൽ എൻട്രീസ് അലോട്ട്മെൻറ്റ് വരെ സാധാരണ ഇതുവരെ ചെയ്ത പോലെയാണ്. കാരണം അലോട്ട്മെൻറ്റ് വരെ വ്യത്യാസമൊന്നുമില്ല. ഡ്യൂ ഒന്നും വന്നിട്ട് മീൻസ് എറിയേഴ്സും വന്നിട്ടില്ല, അഡ്വാൻസും വന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് സാധാരണ ചെയ്യുന്ന പോലെ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ. അപ്പോൾ എത്ര 4,000 ഷെയർസിനല്ലേ റിസീവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 4,000 ഇൻറ്റു ₹25 ആണ് ആപ്ലിക്കേഷൻ മണി. ഇപ്പോൾ ₹25 1 lakh. ഇനി സെയിം ട്രാൻസ്ഫർ ചെയ്യുക ഷെയർ ക്യാപിറ്റലിലേക്ക്. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ 1 lakh. ഇനി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ഡ്യൂ ആയ എൻട്രിയാണ്. ഡ്യൂ ആയ എൻട്രി റിസീവ് ചെയ്ത എൻട്രി അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക. അലോട്ട്മെൻറ്റും കോളും ഒക്കെ ഇത് മാത്രം ആദ്യം ഇത് വന്നിട്ട് ബാക്കിയൊക്കെ ആദ്യം ഈ എൻട്രി വന്നിട്ടാണ് ബാങ്കിൻ്റെ വരിക. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് 1,20,000. കാരണം 4,000 ഇൻറ്റു 30 റുപ്പീസാണ് അലോട്ട്മെൻറ്റ് പറഞ്ഞപ്പോൾ 4,000 ഇൻറ്റു 30 1,20,000. ഇനി അലോട്ട്മെൻറ്റ് ഫുള്ളി റിസീവ് ചെയ്തു എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് സെയിം 1,20,000 എഴുതാം. നമ്മൾ ഇതുവരെ ചെയ്ത എൻട്രി തന്നെയാണ്, ഒരു വ്യത്യാസവും. നെക്സ്റ്റ് ഇനി കോളിലേക്ക് പോവാം. ഷെയർ ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്ന ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് കോൾ എമൗണ്ട് ഡ്യൂ ആവുന്ന 4,000 ഇൻറ്റു ₹20 ആണ് ഫസ്റ്റ് കോൾ എമൗണ്ട് പറയുന്നത്. അപ്പോൾ ₹20 4,000 ഇൻറ്റു 20 80,000. ഇനി ഫസ്റ്റ് കോളിൻ്റെ എൻട്രീസ് നോക്കാം. ഫസ്റ്റ് കോൾ സാധാരണ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് മാത്രമേ എഴുതാറുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം ഫസ്റ്റ് കോളിൻ്റെ കൂടെ കോൾസ് ഇൻ അഡ്വാൻസ് വരുന്നുണ്ട്. പിന്നെ ഫുൾ 4,000 ഷെയർസിനുള്ള റിസീവ് ചെയ്തിട്ടില്ല. 100 ഷെയർസ് കുറച്ചിട്ടേ റിസീവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടും കൂടി ഇവിടെ എഴുതണം. പിന്നെ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എത്ര പൈസ നോക്കാം. 4,000 ഷെയർസ് ആണെങ്കിലും 100 ഷെയർസിന് എറിയർ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 4,000 ഷെയർസ് -100 3,900 ഷെയർസിനുള്ള പൈസയെ കിട്ടിയിട്ടുള്ളൂ. 3,900 ഇൻറ്റു 20 റുപ്പീസാണ് ഫസ്റ്റ് കോൾ. അപ്പോൾ ഇൻറ്റു 20 78,000. അപ്പോൾ 78,000 എഴുതി. ഇനി കോൾസ് ഇൻ അഡ്വാൻസ് 150 ഷെയർസിനാണ് അഡ്വാൻസ് കിട്ടിയത്. 150 ഷെയർസ് ഇൻറ്റു ഫൈനൽ കോൾ 25 ഇൻറ്റു 25 ഫൈനൽ കോളിൻ്റെ പൈസ ആണല്ലോ നേരത്തെ കിട്ടിയത്. അപ്പോൾ ഇൻറ്റു 25 3,750 3,750. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 78,000
plus 3,750, 81,750. 150 into 25. അതിൻ്റെ നരേഷൻ ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ് ഓൺ 3,900 shares at rupees 20 each and final call in advance on 150 shares at rupees 25 each. ഇനി എന്താ സെക്കൻഡ് കോൾ അല്ലെങ്കിൽ സെക്കൻഡും ഫൈനലും ഒന്നിച്ചാണ്. അപ്പം ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡ്യൂ ആയ എൻട്രിയാണ്. ടു ഷെയർ ക്യാപിറ്റൽ എത്ര 4,000 shares of rupees 25 each. 25 ആണല്ലോ ഫൈനൽ കോൾ. അപ്പം 4,000 into 25 1 lakh. ഡ്യൂ ആയ എൻട്രി കഴിഞ്ഞു. ഇനി റിസീവ് ചെയ്യുന്നതാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്നാണ് സാധാരണ എഴുതുക. ഇതിൻ്റെ കൂടെ ഫസ്റ്റ് കോളിൻ്റെ മണിയും കൂടി റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടു ഫസ്റ്റ് കോൾ അക്കൗണ്ടും കൂടി എഴുതണം. ഫസ്റ്റ് കോളിൽ ഡ്യൂ ആയത് ഫൈനൽ കോളിൻ്റെ സമയത്താണ് അയാൾ പേ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് കോൾ അക്കൗണ്ട്, ഇത് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് രണ്ടും വരുന്നത് അതുകൊണ്ടാണ്. സാധാരണ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് മാത്രമേ വരുള്ളൂ റിസീവ് ചെയ്യുന്നത്. ഫസ്റ്റ് കോളിൻ്റെതും കൂടി 100 ഇവിടെ പേ ചെയ്യാത്തത് ഇപ്പോൾ പേ ചെയ്യുന്നുണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിൻ്റെ സമയത്ത് 4,000 അല്ല, 4,000 മൈനസ് 150 ചെയ്യണം. കാരണം എന്താ, 150 ആദ്യമേ പേ ചെയ്തിട്ടുണ്ട് ഫൈനൽ കോൾ ഒരാൾ. അപ്പോൾ ഫസ്റ്റ് കോൾ എത്ര വരിക? ഫസ്റ്റ് കോൾ അയാളിപ്പോൾ പേ ചെയ്തത് 100 ഷെയർസ് ഇൻറ്റു 20. ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ടാണ് ഈ 20. അപ്പം 2,000. പിന്നെ സെക്കൻഡ് കോളിൻ്റെത്, അതായത് ഫൈനൽ കോളിൻ്റെത് 4,000 ഷെയർസിൽ നിന്നും 150 മൈനസ് ചെയ്യണം. കാരണം 150 ഷെയർസ് ഓൾറെഡി അയാൾ ഫസ്റ്റ് കോളിൻ്റെ സമയത്ത് പേ ചെയ്തു. 4,000 മൈനസ് 150 3,850 ഷെയർസ്. അപ്പോൾ 3,850 ഷെയർസിനെ ഈ 25 റുപ്പീസ് വെച്ചിട്ട് ഇൻറ്റു ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ 3,850 ഇൻറ്റു റുപ്പീസ് 25 96,250 ആണ് ഇപ്പോൾ റിസീവ് ചെയ്തത്. മറ്റേത് ആദ്യമേ ബാക്കി റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 96,250. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൊത്തം എത്രയാണ് റിസീവ് ചെയ്തതെന്ന് എഴുതാം. 2,000 പ്ലസ് 96,250, അതായത് 98,250. ഇത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം, എന്നാലേ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് വന്നിട്ടുള്ള എൻട്രി ഒക്കെ എടുക്കുക. ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് ബാങ്ക് അക്കൗണ്ടിൽ എഴുതണം. പിന്നെ ബാങ്ക് വരുന്ന ഏതാ, ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് എഴുതണം. ബാങ്ക് വരുന്ന എൻട്രി ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട്, ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്, എന്നിട്ട് ഈ നേരെ കാണുന്ന എമൗണ്ടും എഴുതണം. ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട്, ടു സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്, ഈ എമൗണ്ടൊക്കെ ഇവിടെ എഴുതി. ബാങ്ക് അക്കൗണ്ടിൽ 2 എന്ന് പറഞ്ഞിട്ട് ഒക്കെ എഴുതി. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്താൽ 4 lakh. അപ്പം ഇവിടെയും 4 lakh എഴുതാം. ഇത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ക്യാഷ് ഓർ ക്യാഷ് ഈക്വൽ എന്ന് പറഞ്ഞിട്ട് വരും. അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റ് അസറ്റ്സ് ലയബിലിറ്റി എന്ന് എഴുതാം. ബാങ്കിൻ്റെ ബാലൻസ് എമൗണ്ടാണിത്. ബാങ്ക് അക്കൗണ്ടിൽ ബൈ ബാലൻസ് നേടിയ എമൗണ്ടാണിത് 4 lakh. ഇത് ഷെയർ ക്യാപിറ്റൽ 4 lakh. ഇതെങ്ങനെ കിട്ടിയത്? 4 lakh എന്ന് പറഞ്ഞാൽ 4,000 ഷെയർസാണ് അപ്ലൈ ചെയ്തത്. ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തതും അത്രയും മുഴുവൻ 100 റുപ്പീസും 4,000 ഷെയർസിനാണ് ആപ്ലിക്കേഷൻ കിട്ടിയത്. അത്ര തന്നെ അലോട്ട്മെൻറ്റും കോളും ഒക്കെ നടന്നു. കോൾസ് ഇൻ അഡ്വാൻസും എറിയേഴ്സും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഫൈനൽ കോൾ ആകുമ്പോഴേക്കും ഒക്കെ സെറ്റിലായി. ഒന്നും എറിയേഴ്സ് ബാക്കിയില്ല. കാരണം ഫസ്റ്റ് കോളിൻ്റെ എറിയർ ഫൈനൽ കോളിൽ അടിച്ചു. പിന്നെ നേരത്തെ അഡ്വാൻസ് അടിച്ചത് ഫൈനൽ കോളിൽ അഡ്ജസ്റ്റും ചെയ്തു. അപ്പം അവസാനത്തേക്കൊന്നും ബാക്കിയില്ല. അപ്പം ഫുൾ 100 റുപ്പീസ് തന്നെ കിട്ടി. ഈ 20, 25, 30, 25 കിട്ടിയിട്ട് 100 തന്നെ 4,000
ഇൻറ്റു 100 റുപ്പീസ്, അതാണ് ഈ 4 lakh. അപ്പോൾ ബാലൻസ് ഷീറ്റ് ടാലി ചെയ്യും. ഇനി ഫൈനൽ കോൾ ഡ്യൂ ആയ സ്ഥിതിക്ക് ഫൈനൽ കോളിലേക്ക് അഡ്വാൻസ് കിട്ടിയത് ഫൈനൽ കോളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രി ചെയ്താനുള്ള സമയമായി. അപ്പം കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ആ അഡ്വാൻസ് കിട്ടിയ 150 ഷെയർസിൻ്റെ അഡ്വാൻസ് കിട്ടിയത് ഫൈനൽ കോളിലേക്ക് ഇട്ടു. അഡ്വാൻസ് അക്കൗണ്ടിൽ നിന്ന് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിലേക്ക് ഇട്ടു. അതാണ് 3750. ഇനി ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതായത് കോൾസ് ഇൻ എറിയർ വന്നാൽ, കുടിശ്ശിക വന്നാൽ ആര് ഇൻട്രസ്റ്റ് കൊടുക്കണം? മെമ്പർ കോൾസ് ഇൻ എറിയർ അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. പിന്നെ കോൾസ് ഇൻ അഡ്വാൻസ് ആരാർക്കാണ് കൊടുക്കുക? അഡ്വാൻസ് തന്നത് കമ്പനിക്കല്ലേ, അപ്പോൾ കമ്പനി മെമ്പറിനാണ് അഡ്വാൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ 2 എൻട്രിയും കൂടി എഴുതണം. അപ്പോൾ കോൾസ് ഇൻ എറിയർ വരുമ്പോൾ സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ എറിയർ. ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കുക. എത്ര ഇൻട്രസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറയാഞ്ഞാൽ കോൾസ് ഇൻ എറിയറിൻ്റെ ഇൻട്രസ്റ്റ് 10%ഉം കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ ഇൻട്രസ്റ്റ് 12%ഉം ആണ്. എത്ര എന്ന് പറയുകയാണെങ്കിൽ അതാണ് എടുക്കേണ്ടത്, പറയാത്തതുകൊണ്ട് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ കോൾസ് ഇൻ എറിയർ 100 ഷെയർസിന് 20 റുപ്പീസ് വെച്ച് 2000 ആണല്ലോ എറിയർ വന്നത്. അപ്പോൾ 2000 10% എന്ന് പറഞ്ഞാൽ 200. അതായത് 12 മന്ത്സിലേക്ക് 200 ആണ് ഇൻട്രസ്റ്റ്. 12 മന്ത്സ് ഇല്ലല്ലോ, 3 മന്ത്സല്ലേ എറിയർ വന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഒരു മാസം എത്രയെന്ന് നോക്കാം. 200 12 മന്ത്സിന് 200 ആകുമ്പോൾ 1 മന്തിന് എത്ര? 200 ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ 12 മാസം ഒരു കൊല്ലത്തിൽ 16.67. അപ്പോൾ 3 മാസം, ഒരു മാസത്തെ കിട്ടിയാൽ 3 മാസത്തെ കിട്ടാൻ 16.67 ഇൻറ്റു 3 50. അപ്പോൾ 50 റുപ്പീസാണ് എറിയറിൻ്റെ ഇൻട്രസ്റ്റ്. ഇത് മെമ്പർ കോൾസ് ഇൻ എറിയർ അക്കൗണ്ടിലേക്ക് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, മെമ്പർ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡർ, അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ എറിയർ അക്കൗണ്ട്. ഇനി അഡ്വാൻസ് അക്കൗണ്ട് വരുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ടു സൺട്രി മെമ്പർ. കാരണം സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് ഇടാൻ ചെയ്യുക കമ്പനി. അതുകൊണ്ടാണ് നേരെ തിരിച്ച് എൻട്രി വരുന്നത്. അത് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ ഇതേപോലെ 150 ഷെയർസ് ഇൻറ്റു 25 3750 ഷെയർസിനാണല്ലോ അഡ്വാൻസ് കിട്ടിയത്. അതിൻ്റെ ആ അഡ്വാൻസിൻ്റെ 12%. എത്ര അഡ്വാൻസ് ഇൻട്രസ്റ്റ് റേറ്റ് പറയാത്തത് കൊണ്ടാണ് 12% എടുക്കുന്നത്. 12% 450 കിട്ടി. അപ്പോൾ 12 മന്ത്സിലേക്ക്, ഒരു കൊല്ലത്തിലേക്ക് 12 മന്ത്സിലേക്ക് 450 ആണെങ്കിൽ ഒരു മാസത്തിൽ എത്ര നോക്കിയാൽ 3 മാസത്തിൽ എത്ര നോക്കാൻ എളുപ്പമായി. അപ്പോൾ ഇൻട്രസ്റ്റ് ഫോർ എ മന്ത് 450 ഡിവൈഡഡ് ബൈ 12 37.5. അപ്പോൾ 3 മന്ത്സിൽ നോക്കാൻ 37.5 ഇൻറ്റു 3 112.5. ഇത്രയാണ് ഇൻട്രസ്റ്റ്. ഇത്രയേ ഉള്ളൂ ജേണൽ എൻട്രി. ഇനി ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തതാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എൻട്രി ജേണൽ എൻട്രിയിൽ എവിടെയൊക്കെ വന്നു അതൊക്കെ ഇതിലേക്ക് എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ എന്ന് വന്നിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ഒക്കെ എല്ലാ ടൂവും ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു വന്നതൊക്കെ ഇവിടെ എഴുതാം. തിരിച്ച് ഇപ്പുറത്തൊരു എൻട്രിയും വരുന്നില്ല. അപ്പം ഇത് ടോട്ടൽ ചെയ്താൽ 4 lakh കിട്ടും. ഇപ്പുറത്ത് 4 lakh എഴുതാം. എന്നിട്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 4 lakh എഴുതാം. ഇത് ബാലൻസ് ഷീറ്റിലേക്ക് പോകാനുള്ള എൻട്രിയാണ്, ബാങ്കിൻ്റെ ബാലൻസ് ആണ്. ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. അസറ്റ്സ്, ലയബിലിറ്റീസ്, കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ എന്ന് പറഞ്ഞിട്ട് ഈ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് 4 lakh എഴുതാം. ഇപ്പുറത്ത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ. എത്രയാണ് ഷെയർ ക്യാപിറ്റൽ കിട്ടിയത്? ഇഷ്യൂ ചെയ്ത 5000 ആണെങ്കിലും 4000 ഷെയർസിനല്ലേ ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും ഒക്കെ കിട്ടിയത്. അപ്പോൾ 4000 ഇൻറ്റു മുഴുവനും ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും ഫസ്റ്റ് കോളും ഫൈനൽ കോളൊക്കെ എറിയർ വന്നെങ്കിലും പിന്നെ ഫൈനലി ഒക്കെ കിട്ടിയല്ലോ. ലാസ്റ്റിലേക്കൊന്നും കിട്ടാതായിട്ടില്ല. ഫസ്റ്റ് കോളിൻ്റെ എറിയർ ഫൈനൽ കോളിൽ അഡ്ജസ്റ്റ് ആയി, ഫൈനൽ കോളിൻ്റെ സമയത്ത് കിട്ടി. അഡ്വാൻസ് കിട്ടിയതും ഒക്കെ റെഡിയായി, ഫൈനൽ കോളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് 100 റുപ്പീസ് മൊത്തം കിട്ടി. 4000 ഇൻറ്റു 100 4 lakh ഷെയർ ക്യാപിറ്റൽ കിട്ടി. അപ്പോൾ രണ്ടും ടാലിയായി. ഈ പ്രോബ്ലം കുറേ ഉണ്ടെങ്കിലും സംഭവം വളരെ സിമ്പിളാണ്. നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. കുറേ കണ്ടിട്ട് പേടിച്ചിട്ട് നോക്കാണ്ടിരിക്കേണ്ട.